കാരണം എന്ത് ചെയ്താലും കുറ്റം, എന്ത് പറഞ്ഞാലും കുറ്റം. എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താലോ 100 കുറ്റം. ഇതിനൊക്കെ വല്ല മരുഭൂമിയിലും കൊണ്ട് കളയണം, എന്നാലേ എന്റെ വില മനസ്സിലാക്കത്തുള്ളൂ. ആരെ മരുഭൂമി കൊണ്ടുവന്ന ചേച്ചി പറയുന്നേ? ഓ, ആരെയാ? ആ കളവനെ. എന്താ അപ്പച്ചന്റെ പ്രശ്നം? അയ്യോ, അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വേണമെന്നില്ല. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നോളുമല്ലോ. എന്നിട്ട് എവിടെ അപ്പച്ചൻ? അവിടെ എവിടെയെങ്കിലും കാണും. എന്റെ കുറ്റം കണ്ടുപിടിക്കാൻ എവിടെയെങ്കിലും കറങ്ങി നടപ്പുണ്ടാവും. നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ, ചേച്ചി പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമല്ലോ. നമുക്ക് ഈ കളവരുടെ ഒരു പണി കൊടുക്കണം. എന്ത് ചെയ്യാൻ പറ്റും? അത് പിന്നെ എനിക്ക് പണിയാവില്ലേ, അന്നത്തെ ലോട്ടറി ടിക്കറ്റ് പോലെ. നിനക്കൊരു പ്രശ്നം ഉണ്ടാകാതെ ഞാൻ നോക്കിയാ പോരെ? ചേട്ടൻ അറിഞ്ഞ എന്റെ കാര്യത്തിൽ തീരുമാനാവേ. ഇനി നമ്മളാണ് പണി കൊടുത്തതെന്ന് ഒരു മനുഷ്യരറിയാൻ പാടില്ല. അങ്ങനത്തെ പണി വേണം കൊടുക്കാനായിട്ട്. ആണോ? ഞാൻ എനിക്ക് അപ്പച്ചനോട് പോയി സംസാരിക്കട്ടെ. അപ്പച്ചന്റെ പ്ലാനിങ് എന്താണെന്നറിയാം. അപ്പച്ചന്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടും നമുക്ക് അപ്പച്ചന് കൊടുക്കേണ്ട ഒരു പണി. അങ്ങോട്ട് 70ാം പിറന്നാൾ എനിക്ക് കോളമാക്കണ വഴി. കൊളമാക്കണം ചേച്ചി. ചേച്ചിയുടെ കണ്ണ് നനച്ചുകൊണ്ട് ആരും ഇവിടെ 70ാം പിറന്നാൾ ആഘോഷിക്കണ്ട. ഇനി എന്റെ കൊണ്ട് എപ്പോ പറഞ്ഞു? ഞാനൊരു പഞ്ചിന് വേണ്ടി പറഞ്ഞ അറിയത്തേണ്ടെന്ന് തൂങ്ങാതെ. നീ ഒരു കാര്യം ചെയ്, ചെന്ന് തിരക്ക് അങ്ങനെ പ്ലാൻ എന്താന്നുള്ളത്. എന്നിട്ട് നമുക്കൊരു പണി കൊടുക്കാം. ഓക്കെ, നീ പോയിട്ട് വരാം. എന്തു പറയാനാ മോളെ, നാട്ടിൽ നിന്ന് അടിച്ചു പൊളിക്കാൻ വന്ന ഞാനാ. എന്നെ ഈ മുറി കൊണ്ടിട്ടിരിക്കുക. എന്നെ അവരെവിടെങ്കിലും ഒന്ന് കൊണ്ടുപോകണമല്ലോ, എങ്ങും കൊണ്ടുപോകുന്നില്ല. അതിനാണോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? അപ്പച്ച എവിടെയാന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യും, നമുക്ക് പോകാലോ. എനിക്ക് എങ്ങും പോകണ്ട. ഇനി ഞാൻ എവിടെങ്കിലും പോകാൻ പ്ലാൻ ചെയ്താൽ അവള് പറയും അവിടെ കെട്ടിയവൻ്റെ ഒക്കെ പണം മുഴുവൻ ഞാൻ ഇവിടെ നശിപ്പിക്കുകയാണെന്ന്. അത് ചേച്ചി വഴക്കടിക്കുമ്പോ അപ്പച്ചനോട് ജയിക്കാൻ വേണ്ടി പറയുന്നല്ലേ. അതൊക്കെ പോട്ടെ, 70ാം പിറന്നാളല്ലേ അപ്പച്ചന്റെ, എന്താ പ്ലാനിങ്? എന്ത് പരിപാടി മോളെ, എല്ലാം അവരല്ലേ തീരുമാനിക്കേണ്ടത്. അങ്ങനെ പറയാതെ അപ്പച്ചന്റെ പരിപാടികളൊക്കെ വേണം. അപ്പച്ചനൊന്നും വിഷമിക്കാതെ സ്മാർട്ടായേ യോ ബോയ് എനിക്ക്. മോളെ, ഇപ്രാവശ്യം അപ്പച്ചന്റെ ഒരു ഡാൻസ് വെച്ചാലോ? അപ്പച്ചൻ ഡാൻസ് ഒക്കെ കളിക്കോ? പിന്നെ ആയകാലത്തെ ഡാൻസ് എന്തായിരുന്നു? ഞാൻ കോളേജ് പഠിച്ചിരുന്ന കാലത്ത് എന്റെ ഡാൻസ് കാണാൻ പെമ്പിള്ളാര് കുറെ നടക്കുമായിരുന്നു. എല്ലാരും എന്നെ റോമിയോ എന്നാ വിളിച്ചിരുന്ന. പക്ഷെ അപ്പച്ച, പഴയതുപോലെയൊക്കെ ഇപ്പൊ ഡാൻസ് കളിക്കാൻ പറ്റുമോ? വല്ല നടുവങ്ങാനും ഉളുക്കി പിടിച്ചാലോ? എടി നീ സിമി സംസാരിക്കണക്ക് സംസാരിക്കല്ലേ. ഇപ്പോഴൊന്ന് പൊടി തട്ടി എടുത്താലുണ്ടല്ലോ, ഞാൻ അടിച്ചു പൊളിക്കും. ഈ ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ ആണെങ്കിൽ ഞാനൊരു കൈ നോക്കിയേനെ. ഇത് വെസ്റ്റേൺ ഒക്കെ ഞാനിപ്പോ എന്താ ചെയ്യപ്പം? ആരോടാ പറയാ? നീ ആരെങ്കിലും നോക്ക്, നമുക്ക് എല്ലാരും ഒന്ന് ഞെട്ടിക്കണം. അപ്പച്ചാ, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനെ വിളിച്ചാലേ അവനിത് പൊളിച്ചടുക്കും. എന്നാ പിന്നെ കാര്യം ചെയ്യ്, നീ അവനങ്ങ് വിളിക്ക്. എന്താ ഒരു പേര്? അവന്റെ പേര് ഫ്രീക്കലി. Drop. കൊറേ കാലായാലും ഇതിനെ കണ്ടിട്ട്. എന്ത് പറയാനാ, ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോന്ന്. പ്രോഗ്രാം ഒക്കെ ഉണ്ടാ? ഇപ്പൊ ഗ്ലോബൽ വില്ലേജിലുണ്ട് കളിക്കുന്നുണ്ട്. പിന്നെ അതന്നെ ഉള്ളു. അതെ, ഇതിപ്പോ എന്റെ ഒരു ഫാമിലി ഫ്രണ്ട് ആണ്. മൂപ്പർക്ക് ഒരു 70 വയസ്സൊക്കെ ആയി. പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന. അവർക്കിപ്പൊ ഡാൻസ് കളിക്കണോന്ന് പറഞ്ഞു. മൂപ്പറെ കൊണ്ടൊക്കെ പറ്റോ? എനിക്കാണെങ്കിലും കുറച്ച് ഇങ്ങനത്തെ സ്റ്റെപ്പല്ലേ അറിയും. പാവല്ലേ, 70 വയസ്സായില്ലേ. എങ്ങനെയെങ്കിലും കുറച്ച് സ്ലോ സ്റ്റെപ്പ് കിട്. സിമ്പിൾ സ്റ്റെപ്പ് ഇത് മതിയാവും. ഞാൻ എന്തായാലും വിളിക്കാം, നീ കണ്ടിട്ട് തീരുമാനിക്കും. അപ്പച്ചാ, ഇതാ ഞാൻ പറഞ്ഞ ഫ്രീക്കലി. ഹായ് അപ്പുച്ച. ആരുടെ അപ്പച്ചൻ? നീ അവളെ വിളിക്കുന്നൊക്കെ എന്നെ വിളിച്ചാ മതി. ഓക്കേ ബ്രോ. നിനക്ക് ഈ ലുക്ക് മാത്രമേ ഉള്ളൂ, അതാ വല്ലതൊക്കെ അറിയൂ? ഇത് പറ്റത്തില്ല, ഒന്നുകൂടെ മാറ്റിപ്പിടി. ഇതും പറ്റിയല്ല, ഒന്നുകൂടെ മാറ്റിപ്പിടി. ആദ്യപുര മുണ്ടൊക്കെ മാറ്റി നമുക്ക് നോക്കാം. ശരി, എന്നാ ഞാൻ മുണ്ടൊക്കെ മാറ്റി ഞാൻ വരാം. ചേടാ, ഈ കളവ എന്തൊക്കെ ചെയ്യൂ? ഒന്ന് ചുമ്മാ ഇരിയടാ. നമ്മൾ ഏത് സോങ് എടുക്കടാ? എടാ, നിന്റെ സംസാരം നിർത്തി, ഡാൻസ് തുടങ്ങ്.
ഇപ്പൊ ശരിയാ തരാം. എടാ നമ്മളപ്പോ സോങ്ങില്ല, അതൊന്ന് വെച്ചോ. ആ ഓക്കെ. എടാ നിർത്ത്. ഇത് ആർക്ക് വേണ്ടിയുള്ള സ്റ്റെപ്പാണ്? എനിക്ക് പറ്റിയ സ്റ്റെപ്പ് വല്ലതും ഉണ്ട് ഇട്. പറ്റില്ലോ, ഇത് സിമ്പിൾ അല്ലേ? ഈ സ്റ്റെപ്പ് ഒന്നും എനിക്ക് പറയാം, എനിക്ക് സിമ്പിൾ സ്റ്റെപ്പ് മതി. സിമ്പിൾ വേണല്ലേ? ഇപ്പൊ ശരിയായി തരാം. എടാ നമ്മളെ ഓൾഡ് സോങ്ങില് ഒന്ന് പ്ലേ ചെയ്യടാ. ഇപ്പൊ ശരിയായി തരാം. നിർത്ത്. ഇത് പാട്ടല്ലേ മാറിയുള്ളൂ, നിന്റെ സ്റ്റെപ്പ് ഒന്നും മാറിയിട്ടില്ലല്ലോ. ആണല്ലേ? ബ്രോനിപ്പോ ഏത് ടൈപ്പ് ഡാൻസാ വേണ്ടത്? എടാ മനുഷ്യന്മാർക്ക് കളിക്കാൻ പറ്റിയ സ്റ്റെപ്പ് പോലും നിന്റെ കയ്യിലുണ്ടോ? ഒരു സിമ്പിളായ ഒരു സാധനം ഉണ്ട്, ആരും ചെയ്തിട്ടുണ്ടാകാം. പക്ഷെങ്കില് എന്റെ കപ്പിൾസ് വേണം, അങ്ങനെ ആൾ കിടുക്കാച്ചേരും. ആ ഒരു കപ്പിൾ എൻ്റെ അടുത്തുണ്ട്, വേറൊരു കപ്പിളിനെ ഞാൻ ശരിയാക്കാം. ഓക്കെ, അപ്പൊ നമ്മ പൊളിക്കുന്നു. മായി, നീ നിന്റെ കാര്യം തിരക്കി, എന്നെ കൊണ്ടൊന്നും വയ്യ. എന്തോന്ന് ചേച്ചി, ചേച്ചി പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്തത്. ചേച്ചി വാ. എനിക്ക് വയ്യ, നീ പോയി കളിക്കും. ചേച്ചി അപ്പച്ചനെ പണി കൊടുക്കേണ്ട അവസരമാണ്. ചേച്ചി ഒന്ന് വന്ന്, ഞാനും കളിക്കുകയല്ലേ കൂടെ. എടി ഞാൻ കളിച്ചാൽ ശരിയാവത്തില്ലെന്ന്. ശരിയാവും ചേച്ചി, അവനെ കണ്ടു നോക്ക് ചേച്ചി, അവനൊരു പാവം, അവൻ സിമ്പിൾ സ്റ്റെപ്പൊക്കെ ഇട്ടേരും. വാ അങ്ങോട്ട് വാന്നേ. ആ വാ. ഞാനെങ്കിൽ മുടിയൊന്നും കിട്ടും. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ ഡാൻസ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ആയിരിക്കും. നോക്കിയേ എങ്ങനെയുണ്ട്, കൊള്ളാവോ? പിന്നെ ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ, ചേച്ചിയുടെ മുടിയാണ് എന്നെ പോലെ ഉണ്ട്. ചേച്ചി എന്നെ പോലെ കുളിക്കലൊന്നുമില്ലേ? ന്യൂ ജനറേഷൻ ഇഷ്ടമായില്ല? ഇത് ഇഷ്ടപ്പെട്ടില്ല? ഉണ്ടല്ലോ. എടാ നിന്ന് വാച പഠിക്കാതെ തുടങ്ങണ ഡാൻസ്. അപ്പൊ തുടങ്ങാല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്തു. ഫ്രം ഹിയർ. ഓക്കെ, 3 4 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. സിമ്പിൾ. ഓക്കെ, ഒന്ന് ചെയ്തോളൂ. ഇവിടെ 3 4 1 2 3 4 5 6. അങ്ങനെയല്ല, ഇവിടുന്ന് എടുക്കുക, ഇവിടെ വെക്കുക, അവിടുന്ന് എടുക്കുക, ഇവിടെ വെക്കുക. അപ്പൊ ആദ്യം എടുത്ത് എവിടെ വെക്കും? അതെന്റെ തലയിൽ വെക്ക്. ഇവിടുന്ന് നോക്കൂ. ഇവിടുന്ന് ജസ്റ്റ് എടുക്കുക. 1 2 2 3 4. ഓക്കെ, അപ്പൊ സ്റ്റാർട്ടിംഗ് ഒന്ന് ചെയ്തു. റെഡി? 3 4 1 2 3 4 5 6 7 8 1 2 3 4 5 6. ഒന്നുകൂടി ചെയ്യും. റെഡി? 3 4 1 2 3 4 5 6. ഒന്നുകൂടി ചെയ്തേ. റെഡി ബ്രോ? ഒന്ന് ഉഷാറായിട്ട് ചെയ്യണം. ഓക്കെ, റെഡി? കമോൺ. റെഡി? 3 4 1 2 3 4 5 6. എന്റെ കളവായ എന്ത് തേങ്ങ കാണിക്കുന്നേ? ഒരു പ്രാവശ്യം കൂടെ, ഇപ്രാവശ്യം ഞാൻ ശരിയായിക്കോളാം. ഓക്കെ, റെഡി? അപ്പൊ സോങ്ങിൽ നമ്മൾ ചെയ്യുന്നത് പൊളിച്ചെടുക്കാം. ഓക്കെ, നന്നായി ചെയ്യണേ. പ്രാവശ്യം ചെയ്യ്. ഓക്കെ, റെഡി? 3 start. 2 3 4 up 1 2 3 4 up back. ഓ മുട്ടല്ല. ഒന്നുകൂടി കണ്ടിന്യൂ. നിങ്ങൾ 3 പേരും ലോക പരാജയ. ഞാൻ ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാം. പ്ലീസ് ദയവ് ചെയ്തൊന്ന് കളിക്കണം. ഓക്കെ, റെഡി? സ്റ്റാർട്ട് ചെയ്തോ. 1 2 3 4 5 6 7. ഓപ്പോസിറ്റ്. 1 2 3 4 5 6 7 8 1 2 3 4 1 2 3 1 2 3. തല മുട്ടരുത്. ഓക്കെ,
അപ്പൊ റെഡി? ഇതെങ്കിൽ മര്യാദയ്ക്ക് ചെയ്യണം കേട്ടാ. Ready? 5, 6, 7, start. ഇപ്പഴത്തെ സൈഡ് കൈ റൗണ്ട് കൂട്ടിമുട്ടില്ലാന്ന് പറഞ്ഞാലും പന്നക്കളവ എന്ത് തേങ്ങ കളിക്കുന്നേ. ആരുടെ നിന്റെ പന്നക്കളവൻ? നീ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടോ? ഇല്ല. ആ, അവിടെ ചെയറിലിരുന്നത് ഇങ്ങനെയാ. വിശന്നിട്ട് തന്നക്കും തള്ളക്കും വിളിക്കുന്നു ബ്രോ. നേരത്തെ നീ എന്നെ കിളവാന്നല്ലേ വിളിച്ചത്? സോറി ബ്രോ, എന്റെ അപ്പൂപ്പനാ കളവേ. നിങ്ങളിപ്പോഴും സ്വീറ്റ് 70 അല്ലേ? പ്ലീസ് കുറച്ചു നേരം നീ അങ്ങനെ തന്നെ നിൽക്കി, എങ്കിലും നിന്റെ അഹങ്കാരം കുറച്ച് കുറയുള്ളൂ. ചേച്ചിയെങ്കിലും പറ. ചേച്ചി പറഞ്ഞ അപ്പച്ചൻ കേൾക്കും. ഇന്ന് എന്നെ നേരത്തെ എന്തോ വിളിച്ചത്? തടിച്ചിന്ന്. അപ്പൊ നീ അങ്ങനെ തന്നെ ഇരിക്കും കേട്ടാ. മായ, നീയെങ്കിലും. അപ്പച്ചാ പാവല്ലേ, എന്റെ ഫ്രണ്ട് അല്ലേ, നമുക്ക് ഇനിയും ഡാൻസ് പഠിക്കാനുള്ളല്ലേ, വിട്ടേക്ക്. എന്നാ വന്ന് കഴിക്കാം. മീനാക്ഷി, നീ ആ ഫയൽ അവിടെ കൊണ്ട് വെച്ചു. നീ അതുകൊണ്ട് കളഞ്ഞാ? നീ എവിടെ വെച്ചേക്കും? ഇവര് നമ്മളെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്ത? സാറേ, അവനത്തെ അസുഖം കൂടുതല. അസുഖം? എന്താ അസുഖം? അതല്ല സാറേ, അവനത്തെ കുഴപ്പക്കാരനാ. അവൻ നമ്മളെ കണ്ട് മൈൻഡ് ചെയ്യാതെ പെണ്ണുമായിട്ട് സൊള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏത് പെമ്പിളരെ കണ്ടാലും അവന് ഇച്ചിരി ഇളക്കം കൂടുതലാണ്. നിനക്കെന്താ ഈ റിസപ്ഷനിൽ കാര്യം? ഞാനൊരു ഫയല് അല്ല, ആരാ ആരാ? നിങ്ങൾക്കേ ഈ ഓഫീസിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ വിഷ് ചെയ്യാനുള്ള മര്യാദയൊന്നുമില്ലേ? കണ്ട വിഷ് ചെയ്യാനും തോന്നണ്ടേ? ആരെന്ന് മനസ്സിലായില്ല. ഈ ഫേസ് കണ്ടിട്ട് മനസ്സിലായില്ല? ഞാനേ നിങ്ങളുടെ ബോസ് ഷാനു ഉണ്ടല്ലോ, ഷാനുവിന്റെ അപ്പനാ. ആണോ? കണ്ട സാറിന് ചേട്ടനാന്നേ തോന്നുള്ളൂ. അതെ, ചേട്ടൻ. നിനക്ക് തോന്നിയോ? ആ, എനിക്ക് തോന്നി. ഈ പിള്ളേരുടെ ഒരു കാര്യം പണിയെടുക്ക്. ഷാനു ഉണ്ടാകത്ത്? ആ, അകത്തുണ്ട്. ശരി ശരി ശരി, ഓക്കെ. പോടോ, പണി പോയ. അപ്പച്ചൻ വന്നു? ഞാൻ കുറെ കാലമായി വന്നിട്ട്. അല്ല, ഇപ്പൊ അപ്പച്ചൻ എന്താ വന്നത്? എനിക്ക് കുറച്ച് ധരംസ് വേണം. അപ്പച്ചൻ എന്തിനാ ഇപ്പൊ കാശ്? എനിക്ക് ഈ ദുബൈയൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കാനുണ്ട്. ദുബായ് അടിച്ചു പൊളി? ആരുമായിട്ട് പോകാൻ പോണു? ഞാൻ ഇവനുമായിട്ട് പോകുന്നു. നിനക്കൊന്നിനും സമയമില്ലല്ലോ. എന്റെ അപ്പച്ചൻ, ഞാൻ തിരക്കായത് കൊണ്ടല്ലേ. അതിന് ഇവനുമായിട്ട് എവിടെ പോണു? നിനക്ക് എവിടെ കാര്യമാണ് ഇവിടെ? സാറേ, ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ബുർജ് ഖലീഫ, പിന്നെ ജുമേറ ബീച്ച്, ദുബൈ മോൾ, പിന്നെ അറ്റ്ലാന്റിസ്, നിർത്തിക്ക. നിനക്ക് ഇവിടെ പോകാൻ അതിനെ അറിയാവാ? സാറേ, മുമ്പേ സ്ഥിരം ഇവിടെ പോയിക്കൊണ്ടിരുന്നില്ലയോ? അതെന്താ നീ മുമ്പ് പോയിക്കൊണ്ടിരുന്നത് ഇവിടെ? ആ, നിനക്ക് വാന്റെ കച്ചവടമായിരുന്നാ? അല്ല സാറേ, ഞാൻ മുമ്പ് സോപ്പ് ഡെലിവറി ചെയ്യാനായിട്ട് വർക്ക് ചെയ്തോണ്ടിരുന്നത്. ആ, ചുമ്മാതല്ല നീ അപ്പച്ചനെ ഇങ്ങനെ പതപ്പിക്കുന്നത്. ഇപ്പൊ മനസ്സിലായി. എക്സ്ക്യൂസ് മീ സർ, അപ്പച്ചനെ കുടിക്കാൻ ചായയോ കാപ്പിയോ എന്തെങ്കിലും പറയട്ടെ? എനിക്ക് ചായയും കോപ്പിയൊന്നും വേണ്ട പോലെ. എന്നാ ഇത്തിരി വെള്ളം എടുക്കട്ടെ? അയ്യോ, ആവശ്യത്തിന് വെള്ളം അവനെ കുടിപ്പിക്കുന്നുണ്ടല്ലോ, ഇനി എന്നെ വെള്ളം കുടിപ്പിക്കണ്ട. മോള് പോയി പണിയെടുത്താട്ടെ. എന്നാ പിന്നെ കുറച്ച് കഞ്ഞി എടുത്ത് കൊടുക്കാനോ തന്ന പിടിക്ക്. എടുക്കണ പൈസ. ഇത്തിരി കൂടിപ്പോയില്ലേ? ഇതിന് ബാലൻസ് കണക്കത്ത് ഞാൻ തരേണ്ടി വരത്തില്ലേ? ഇല്ല, വേണ്ട പച്ച, അതിരിക്കട്ടെ. എടാ കഞ്ഞി പൈസ എടുക്കടാ. കൊണ്ടുവാ. അല്ല, ഒരു വഴിക്ക് പോകുന്നല്ലേ, ഇത് എന്റെ കൈ ഇരിക്കട്ടെ.
അല്ല ഞാനല്ലേ 500 അപ്പച്ച തരാനിരിക്കുവായിരുന്നു അപ്പച്ച. അയ്യോ നീ എന്റെ മോനല്ലേ, എനിക്കറിയാം നീ കഞ്ഞിത്തരമൊക്കെ കാണിക്കുന്നു. വാടാ. അല്ലെങ്കിൽ എന്റെ കാശ് ഇങ്ങനൊക്കെ പോകാൻ തന്നെ വിധി. അതാ സനുക്കുട്ടാ, എനിക്ക് ഇനി 2 ദിവസമുള്ളൂ നാട്ടിലോട്ടൊക്കെ പോവാൻ. എൻ്റെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ എന്തൊക്കെയായി? അതെല്ലാം അറേഞ്ച് ആക്കുന്നുണ്ട് അപ്പച്ച. ഞാൻ ഓർത്തു നീ എന്താ അതിനെപ്പറ്റി ഒന്നും പറയാത്തതെന്ന്. അപ്പച്ച അതെല്ലാം ഒരു സർപ്രൈസ് ആക്കാൻ വേണ്ടി സിമിയാണ് അറേഞ്ച് ചെയ്യുന്നത്. ആ അതെനിക്കല്ലേലും അറിയാം. അവളെൻ്റെ അടുത്ത് വഴക്കടിച്ചാലും അവൾക്ക് എന്നോട് സ്നേഹമാണെന്നുള്ള കാര്യം എനിക്കറിയാം. ശരിയാണ് അപ്പച്ച, അവളുടെ സ്നേഹം നമുക്ക് അളക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് അപ്പച്ച. അത് ശരിക്കും അനുഭവിച്ചിട്ടുള്ളവനാണ് അപ്പച്ച ഈ ഞാൻ. എൻ്റെ ബർത്ത്ഡേ പാർട്ടി പ്രമാണിച്ച് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് എനിക്ക് വിളിക്കണ്ടേ? അപ്പച്ച ഇനിയിപ്പം ഈ ഫ്രണ്ട്സിനെ വിളിക്കാനും ബന്ധുക്കാരെ ഒന്നും വിളിക്കാനുള്ള സമയം നമുക്കില്ല. ഓ മനസ്സിലായി. 5 സ്റ്റാർ സ്വിമ്മിംഗ് പൂള് അത് ഇതൊക്കെ പറഞ്ഞ് എന്നെ മോഹിപ്പിക്കുകയായിരുന്നല്ലേ? അപ്പച്ചൻ എന്തോ ഈ പറയുന്നത്? അപ്പച്ചൻ നമുക്ക് ഈ 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ച് നടത്തിയാൽ നമുക്ക് എൻജോയ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇത് അപ്പച്ചൻ അതിനേക്കാൾ ഒരു അടിപൊളി സർപ്രൈസാണ് ഞങ്ങൾ തരാൻ പോകുന്നത്. മനസ്സിലാകുന്നുണ്ട്. അതെന്താ അപ്പച്ച അപ്പച്ചനൊരു കളിയാക്കുന്ന രീതിയിൽ വർത്താനം? ഓ കളിയാക്കിയൊന്നും അല്ല. അപ്പച്ചൻ്റെ കാര്യം ചെയ്യും, അപ്പച്ചൻ പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് നല്ല പുറത്തേക്ക് പോകാനുള്ള നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് റെഡിയാണ്. എന്നിട്ട് വല്ല റെസ്റ്റോറൻറ്റിലോ അവിടെ കൊണ്ടുവച്ച് നടത്താനുള്ള പരിപാടി ആയിരിക്കും ബർത്ത്ഡേ അല്ലേ? അപ്പച്ചൻ പോയിട്ട് നല്ല ഡ്രസ്സ് മാറിയിട്ട് വാ. ശരി. എന്തുവാടാ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നത്? വല്ല അറിയാമോ ഇത്? അതെ, ഈ അപ്പച്ചൻ ഷാൻ സാറിന്റെ മാത്രം അപ്പച്ചനല്ല, എന്റെ അപ്പച്ചനാ. നമുക്ക് ഈ ബർത്ത്ഡേ അടിച്ചു പൊളിക്കണം. അതെങ്ങനെ നിന്റെ അപ്പച്ചനാ? അവന്റെ സുഖപ്പീരണ്ടില്ലേ? സൂഫിക്കൊന്നുമല്ല, അദ്ദേഹം നല്ല തങ്കപ്പെട്ട മനുഷ്യനാ. പിന്നെ എന്തൊരു സ്നേഹമുണ്ട്. കാരണം എനിക്ക് വിശന്നപ്പോ ഷവർമയും ദാഹിച്ചപ്പോ ജ്യൂസും പിന്നെ കാറിന് ദാഹിച്ച പെട്രോളൊക്കെ മേടിച്ചത് നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. കുറച്ച് ചില്ലറ കിട്ടിയപ്പോ അവനങ്ങ് മറിഞ്ഞു. ചേച്ചി നമുക്ക് അപ്പച്ചേപ്പ റെഡിയായി, നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യാൻ വേഗം. എന്ത് സെറ്റ് ചെയ്യാനോ, ഇതെല്ലാം റെഡി ആയിരിക്കുമല്ലേ? ഇനി എന്തോന്നടി ഇത്? ഒരു ബർത്ത്ഡേ പാർട്ടി ആയിട്ട് കുറച്ച് ബലൂണും തോരണവും ഒക്കെ വലിച്ചു കെട്ടാൻ വയ്യല്ല. പിന്നെ കൊച്ചു കുട്ടിയല്ലേ, ബലൂണൊക്കെ വെച്ച് അലങ്കരിക്കാനായിട്ട് ഇതൊക്കെ മതി. അല്ലെങ്കിൽ ഈ ബലൂണൊക്കെ ഔട്ട് ഓഫ് ഫാഷനാ ഷാനിച്ചേട്ടാ. ഇപ്പൊ എല്ലാം സിമ്പിൾ ആണ്. അപ്പച്ചനോട്ട് വരട്ടെ, അപ്പൊ അറിയാം എന്താകോ എന്തോ. സാറേ ഞാൻ താഴെ പോയി കുറച്ച് ബലൂൺ മേടിച്ചോണ്ട് വരട്ടെ. കാശുണ്ടോ കയ്യില്? എനിക്ക് പോയി മേടിച്ചോണ്ട് വാ. എന്റെ കാശില്ല, എന്റെ കാശോടെ ഞാൻ മേടിച്ചത്. കാരണം അപ്പച്ചൻ എൽദോടെയും കൂടെ അപ്പച്ചനാ. മതിയടാ കുളിപ്പിച്ചത്. ഷാനു, കുറെ നേരമല്ലോ നിങ്ങളുടെ അപ്പച്ചൻ ഒരുങ്ങാൻ പോയിട്ട്. ഞാൻ പെണ്ണ് കാണാൻ പോവാണ്. ഇങ്ങോട്ട് വിളിച്ചേ, ഇങ്ങോട്ട്. സനു ഞാൻ റെഡി, നമുക്ക് പോവാം റെസ്റ്റോറൻറ്റിലേക്ക്. റെസ്റ്റോറൻറ്റിലല്ലേ കേക്ക് മുറിക്കാന്ന് പറഞ്ഞത്? അപ്പച്ചൻ റെസ്റ്റോറന്റിലോട്ടൊന്നും പോണില്ല, നമ്മൾ ഇവിടെ തന്നെ ആഘോഷിക്കുന്നത്. ഇതെന്താണ് ഈ ഉണക്ക കേക്കും? എന്നാ ഇത് പിടി. ഈ ഉണക്ക കേക്കും ഈ മഞ്ഞ ഉടുപ്പും. അവളെ കൂടെ ഉടുപ്പിന് ഈ മഞ്ഞ ഉടുപ്പും. അപ്പച്ച ഇത്തവണത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാ. അടുത്ത പ്രാവശ്യം നമുക്ക് അടിപൊളിയായിട്ട് ആഘോഷിക്കാം അപ്പച്ച. എടി സിമി, നിനക്ക് എന്റെ എത്രാമത്തെ ബർത്ത്ഡേ ആണെന്നറിയാവോ? ഇത് 80 എഴുതി വെച്ചിരിക്കുന്നത്. അതെ അപ്പച്ച, കടയിൽ പോയപ്പോ 7 കിട്ടിയില്ല. അപ്പൊ ഞാൻ 8 വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഈ 8 വെച്ചേ നിന്റെ അപ്പന്റെ ബർത്ത്ഡേ ആഘോഷിച്ചാൽ മതി. അപ്പച്ച ഇപ്രാവശ്യം ക്ഷമിക്കാം അപ്പച്ച. എടാ എനിക്ക് നാളെ തന്നെ നീ ടിക്കറ്റ് എടുത്തോണം. എനിക്ക് നിന്റെ ഒന്നും കേക്കണ്ട. അപ്പച്ച പ്ലീസ് അപ്പച്ച, കേക്ക് അപ്പച്ച. എനിക്ക് കേൾക്കാൻ നേരെയില്ല. എനിക്ക് കേൾക്കാൻ നേരെയില്ല. ഇല്ല ചേച്ചി ഇതെങ്ങനെ ഒപ്പിച്ച്? അതാണ് മോളെ തലേണ മന്ത്രം.